കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നു. നഗരത്തിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും തുടരുന്നുണ്ട്. തീരദേശത്തും മലയോര മേഖലയിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താമരശ്ശേരി ചുരത്തിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം തുടരുകയാണ്. ജില്ലയിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടെങ്കിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇരുവഴിഞ്ഞിയും ചാലിയാറും പൂനൂർ പുഴയും ഉൾപ്പെടെ പുഴകളെല്ലാം കരകവിഞ്ഞതോടെ തീരപ്രദേശവും താഴ്ന്ന പ്രദേശവും വെള്ളത്തിനടിയിലാണ്. കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുണ്ടായ കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതോടെ പരമാവധി സംഭരണശേഷി 2485.60 അടിയായി വർദ്ധിച്ചതോടെ 2 ഷട്ടറുകൾ തുറന്നു. സെക്കൻഡിൽ 52 ക്യൂബിക് മീറ്റർ മുതൽ 250 ക്യൂബിക് മീറ്റർ വരെ വെള്ളമാണ് തുറന്നുവിടുന്നത്. പൂനൂർ പുഴ ഉൾപ്പെടെ നദികളെല്ലാം കരകവിഞ്ഞു. തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോഴിക്കോട് വേങ്ങേരി കൊഴമ്പാൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു മേഖലയിലെ രക്ഷാപ്രവർത്തനം. ജില്ലയിലെ പല മേഖലകളിലും മണ്ണിടിച്ചിലും വ്യാപകമാണ്. വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. ജനം, കോഴിക്കോട്.